ധാരാളം ഭക്തർ ഇളനീർ വിതക്കാറുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഇളനീർ വെപ്പ്. ഇളനീർക്കാർ തണ്ടുകളുമായി ഇളനീരുമായി വന്ന് മന്നഞ്ചേരിയിലെ ഗ്രൗണ്ടിൽ ഇറക്കി വെക്കുന്ന രംഗമാണ് കാണുന്നത്. ഭക്തജനങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണണം, അനുഗ്രഹം പ്രാപിക്കണം. നേരിട്ട് ഉത്സവത്തിനെത്താൻ പറ്റാത്തവർക്ക് വേണ്ടിയൊക്കെയാണ് ഇത് ഞാൻ ചെയ്യുന്നത്. ധാരാളം ഭക്തർ കൊട്ടിയൂർ സന്നിധിയിലെത്തുന്നുണ്ട്. 28 ദിവസം നടക്കുന്ന വൈശാഖ മഹോത്സവത്തിൻ്റെ ഭാഗമാണ്. ദക്ഷയാഗം നടന്നുവെന്ന് പറയുന്ന ഭൂമിയാണ്, യാഗഭൂമിയാണ് കൊട്ടിയൂർ. കൊട്ടിയൂരിൽ 28 ദിവസം ദക്ഷൻ്റെ യാഗത്തിൻ്റെ അനുസ്മരണ പൂജകളും നിഗൂഢ പൂജകളുമാണ് ഇവിടെ നടക്കുന്നത്. ലക്ഷക്കണക്ക് ഭക്തജനങ്ങളാണ് നാടിൻ്റെ നാനാഭാഗത്തുനിന്നും ഇവിടെ ഒഴുകിയെത്തുന്നത്. നമുക്ക് തുടർന്ന് വീഡിയോ കാണാം. വൈശാഖ മഹോത്സവം 28 ദിവസമാണ് കൊട്ടിയൂരിൽ നടക്കുന്നത്. വയനാട് ഭാഗത്തു നിന്ന് വരാനുള്ള വാഹന സൗകര്യങ്ങൾ